ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് 2 നേന്ത്രപ്പഴം മാത്രം വെച്ചിട്ട് വായിൽ വെള്ളമൂറും രുചിയിൽ ഒരു അടിപൊളി പലഹാരമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. വീട്ടിലൊക്കെ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് ഒരു 5-6 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ്. എൻ്റെ കയ്യിലുള്ള നേന്ത്രപ്പഴം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്താൽ മതി. ഇനി ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം കനം കുറഞ്ഞ് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നേർങ്ങനെ വേണം അരിഞ്ഞു കൊടുക്കാൻ. വലിയ തടിയോ കാര്യങ്ങളോ ഒന്നും പാടില്ല. ഇത് അരിയുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് മുഴുവനും അരിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴമൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പലഹാരം തയ്യാറാക്കാം. അപ്പോൾ കറുത്ത് പോയി, നല്ലോണം പഴുത്ത് പോയി എന്നൊക്കെ പറഞ്ഞ് ആരും വിഷമിക്കണ്ട. നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നേർങ്ങനെ മുറിച്ച് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ റോൾ ചെയ്യുന്ന സമയം പൊട്ടിപ്പോവാണ്ട് നല്ല റോളായി കിട്ടുള്ളൂ. ഈ 2 നേന്ത്രപ്പഴം തന്നെ മതി കേട്ടോ. ഒരു 5 പേർക്കൊക്കെ വയറ് നിറയെ കഴിക്കാനുണ്ടാവും. ഇനി നമ്മൾ ഒരു പാൻ എടുത്ത് അതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഇവിടെ നെയ്യ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക. നെയ്യോ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഇഷ്ടമുള്ളത് ചേർക്കുക. ഇനി നമ്മൾ നേരത്തെ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ച പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. ഈ പഴം നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇനി ഇതുപോലെ ഈ പഴത്തിൻ്റെ ഒരു വശം മൊരിഞ്ഞ് കഴിഞ്ഞാൽ അത് മറിച്ചിട്ട് കൊടുക്കുക. ഇനി അടുത്ത വശം കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ വിശപ്പൊക്കെ കൂടുതലാണല്ലേ. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഒരു അടിപൊളിയായി വേഗം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇത്. ഇതിൻ്റെ രുചി കാരണം പിന്നെ നമ്മൾ നേന്ത്രപ്പഴം കാണുമ്പോൾ ഇനിയും ഇത് തയ്യാറാക്കി വെക്കും. അത്രക്കും രുചിയാണ്. ഇനിതാ നമ്മൾ പഴത്തിൻ്റെ മറ്റേ വശം കൂടി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കോരി മാറ്റാം. ഇപ്പം ഞാൻ മുഴുവനായി കോരി എടുത്തിട്ടുണ്ട്. എന്നാൽ അതേ പാനിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ പാനിൽ നെയ്യോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. നേരിട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ കയ്യിൽ നട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് റേസിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റേസിൻസ് എന്ന് വെച്ചാൽ നമ്മളെ മുന്തിരി അതന്നെ, അത് കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. നമ്മളെ തേങ്ങയിലുള്ള വെള്ളവും അതുപോലെ തന്നെ നമ്മളെ നട്ട്സൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ടും കിട്ടണം. അതുവരെ മാത്രം നിങ്ങൾ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതുപോലെ നമ്മളെ തേങ്ങൻ്റെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ പകരം വേണമെങ്കിൽ വെള്ളമോ ശർക്കര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാം. ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങളെ പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ പഴത്തിൻ്റെ മധുരം മാത്രം മതിയാവും, പഞ്ചസാരയോ ഒന്നും വേണ്ട. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആ പഞ്ചസാരയൊക്കെ നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഇനിയും ഈ തീയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തേങ്ങൻ്റെ കളറൊക്കെ ചേഞ്ചായി പോവും. അപ്പോൾ നമ്മൾ തേങ്ങ പാനിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേറൊരു ബൗളിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മൈദമാവ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങളെ മധുരം അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ നല്ല യെല്ലോ ആയിട്ട് കിട്ടും. അതുകൊണ്ട് മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഈ മൈദയും പഞ്ചസാരയും എല്ലായിടത്തും നന്നായി മിക്സായി കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലൊക്കെ എത്ര മതി കേട്ടോ, 1/2 കപ്പ് മാത്രം മതിയാവും. ഇനി നമ്മളിത് നന്നായി മിക്സ് ചെയ്യുക. ഒരു സ്പൂണ് കൊണ്ടോ അല്ല എന്ന പോലെ ഒരു വിസ്ക് വെച്ചോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദയൊക്കെ അല്ലേ അടിയിലൊക്കെ കട്ട പിടിക്കും. അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം പാലിൻ്റെ ഒപ്പം തന്നെ ഒരു മുട്ട ചേർത്ത് ഇതും നന്നായി മിക്സിനെ കൊണ്ട് ഇളക്കി വെക്കുന്നുണ്ട്.
ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഈ പാലിലേക്ക് നമ്മളെ മൈദയും പഞ്ചസാരയും ഒക്കെ നന്നായി മിക്സായി വരണം. ഇനി ഇതാ ഇവിടെ ഇതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാൻ എടുത്ത് അതിലോട്ടേക്ക് കുറച്ച് ഗീ മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ആ ബാറ്ററില്ലേ അത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എല്ലായിടത്തും ബാറ്ററി എത്തുന്ന പോലെ ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ചുറ്റിക്കുന്ന സമയത്ത് നമ്മളെ പാനിൻ്റെ സൈഡിലൊക്കെ ഒരു ചെറിയ ലെയർ മാത്രം ആവുന്നുണ്ട്. ഇത് തയ്യാറായി വരുന്ന സമയത്ത് ഒരു ബ്രൗൺ കളറായിട്ട് മാറും. അതൊന്നും കാര്യമാക്കണ്ട, അത് ജസ്റ്റ് ഒരു ലെയർ മാത്രമായതുകൊണ്ട് അത് നന്നായി മൊരിഞ്ഞ് വരുന്നതാണ്. എന്നാലും ആ മൊരിഞ്ഞ ഭാഗം കഴിക്കാൻ പ്രത്യേകം ഒരു രുചിയാണ്. നമ്മൾ സംസാരിക്കുന്ന നേരം കൊണ്ട് നമ്മൾ ബാറ്ററി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മൂടി വെച്ചാകും 1 മിനിറ്റ് മാത്രമാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത്. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നേരെ ആയി വെച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇങ്ങനെ നേരെ ആയി വെച്ചു കൊടുക്കുക. ഇനി ഈ പഴത്തിൻ്റെയും മേലോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പണ്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പണ്ടൊക്കെ. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി എടുത്ത് റോൾ ചെയ്ത് വരുന്ന സമയം പൊട്ടിപ്പോവാതിരിക്കാനും നന്നായി ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ നിങ്ങളെ ഏലിന് കയ്യോ അഥവാ സ്പൂണോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്ത് എടുക്കുക. റോൾ ചെയ്ത് വരുന്ന സമയത്ത് ഇതുപോലെ പ്രസ് ചെയ്തൊന്ന് റോൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്യുന്നതനുസരിച്ച് അത് ഇളകി പോകാൻ സാധ്യത ഉണ്ട്. ഇതിപ്പോൾ ഇതാ ഇവിടെ റോളായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കത്തി വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാം. മുറിക്കുന്ന സമയത്ത് അത് കത്തി ഇങ്ങനെ പോയിക്കോളും, നമ്മൾ മുറിക്കണമെന്നൊന്നും ആവശ്യമില്ല, അത്രക്കും സോഫ്റ്റാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ അടിപൊളി പലഹാരം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല രുചിയാണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്ത വരുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അഥവാ ട്രൈ ചെയ്ത് നോക്കിയ വരുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കണ്ട. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.